بسم الله الرحمن الرحيم يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومن السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കൊക്കെയും വിശിഷ്യ നമ്മുടെ നേതാക്കൾക്കും ദീർഘ ആയുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ശത്രുക്കൾ ഒരുക്കുന്ന എല്ലാ കെണിവലയിൽ നിന്നും അല്ലാഹു അവരെയും നമ്മളെയും രക്ഷപ്പെടുത്തട്ടെ. എല്ലാ കെണിവലകളും അവരിലേക്ക് തന്നെ അല്ലാഹു മടക്കട്ടെ. ഇവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ദീൻ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞതും അത് വിശ്വസിച്ചവരുമാണ്. ഇനി ഈ പരിശുദ്ധ ദീനിന് ഒരു പൂർത്തീകരണം വരാനില്ല. അതുകൊണ്ട് തന്നെ ഖിയാമത്താണ് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം പരിശുദ്ധ ദീനിൽ ഉണ്ട്. പൂർവസൂരികളായ പണ്ഡിതന്മാർ ലോകാവസാനം വരെ എന്തൊക്കെ നടക്കാൻ പോകുന്നു, നടക്കാനിരിക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുള്ളതും അതാണ്. മാ ഫറത്ന ഫിൽ കിതാബി മിൻ ഷൈഇൻ. പരിശുദ്ധ ഖുർആനിൽ നാം ഒന്നും തന്നെ വിട്ട് കളഞ്ഞിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ഖുർആനി നബഅ മൻ ഖബലക്കും വഖബറ മൻ ബഅദക്കും വഹുക്മ മാ ബൈനക്കും. നിശ്ചയം ഖുർആനിലുണ്ട് നിങ്ങളുടെ മുമ്പ് കാലത്ത് കഴിഞ്ഞുപോയ സംഭവങ്ങൾ. അത് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന വർത്തമാനങ്ങളെ കുറിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഹുക്കുമ മാബൈനക്കും, നിങ്ങളിടയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള നിയമം എന്താണെങ്കിൽ അതും ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ വസ്തുതകളെയും ഉൾക്കൊണ്ട പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ നൽകപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിലൂടെ ഇസ്ലാമിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സമ്പൂർണത നിലവിൽ വന്നുവെങ്കിൽ ആ സമ്പൂർണമായ ദീനിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി പോരാൻ പിന്നെ അല്ലാഹു അമ്പിയാക്കളെ അയച്ചിട്ടില്ല. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ മൂസ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു കൊടുത്ത തൗറാത്ത്, ആ തൗറാത്ത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളും
നിശ്ചിതമായ കാലത്തേക്കും നിശ്ചിതമായ ജനങ്ങളിലേക്കുമായിരുന്നിട്ട് പോലും അത് വിശദീകരിക്കാൻ കുറെ മുസ്ലിങ്ങളെ അള്ളാഹു അയച്ചിരുന്നു. സുമ്മ അർസൽനാ റുസുലനാ തത്റ, നാം നമ്മുടെ മുസ്ലിങ്ങളെ തുടരെയായിട്ട് അയച്ചു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ ആരുടെയും കൈകടത്തലുകൾ സംഭവിക്കില്ല. അതിനൊന്നും വിധേയമില്ലാത്ത വിധം ഖുർആൻ സുരക്ഷിതമാണ്. തൗറാത്തും ഇഞ്ചീലും അതൊന്നും സുരക്ഷിതമല്ലാത്തതുകൊണ്ട് കാലാകാലങ്ങളിലായി വ്യതിയാനങ്ങളും മാറ്റിമറിക്കലുകളും വെട്ടിത്തിരുത്തലുകളും അതിൽ നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഖിയാമത്ത് നാൾ വരെയും നടക്കും. കാരണം അത് സുരക്ഷിതമായി നിലനിൽക്കാൻ അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന് അങ്ങനെയല്ല. അതിന്റെ സുരക്ഷിതത്വം അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തത് നബി തങ്ങളുടെ ശേഷം ഉലമാവിനെയാണ്, ആലിമീങ്ങളെയാണ്. ആരാണ് ഈ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ? ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം വിവരമുള്ളവർ എന്നല്ല. ആ അർത്ഥം വെച്ചാൽ വിവരം ശേഖരിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും, പല തരത്തിലുള്ള വിവരങ്ങൾ. അവരെ കുറിച്ചൊന്നും ആലിം എന്ന് പറയില്ല. വേണമെങ്കിൽ മലയാളത്തിൽ പണ്ഡിതന്മാർ എന്നൊക്കെ പറയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നാം പറയാറില്ല. ആലിം എന്ന് പറയണമെങ്കിൽ അതൊരു സാങ്കേതിക പ്രയോഗമാണ്. അതാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വലൈസൽ ആലിമു മൻ ജമഅൽ ഉലൂം. കുറെ വിജ്ഞാനങ്ങൾ ശേഖരിച്ച ഒരാൾ എന്നല്ല ആലിം എന്ന് പറഞ്ഞാൽ അർത്ഥം. അങ്ങനെ വിജ്ഞാനം ശേഖരിച്ചവരെ കൊണ്ട് ദീൻ ഇവിടെ നിലനിർത്താൻ കഴിയില്ല. കാരണം വിജ്ഞാനം ശേഖരിച്ച ആളുകളൊക്കെ ആലിമാകുന്ന പക്ഷം നല്ല നല്ല ലൈബ്രറികൾ ആലിമാകേണ്ടി വരും, നല്ല നല്ല പുസ്തകങ്ങൾ ആലിമാകേണ്ടി വരും. ഗ്രന്ഥശേഖരങ്ങൾ ധാരാളം, ഒരു കേരളത്തിന്റെ അറ്റം മുതൽ മറ്റേറ്റം വരെ നോക്കിയാൽ ധാരാളമുണ്ട്. ആ ഗ്രന്ഥശേഖരങ്ങൾക്കൊന്നും ആലിം എന്ന് പറയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ എഴുതിയ തുഹ്ഫ അത് ആലിം അല്ല. മഖ്ദൂം തങ്ങൾ എഴുതിയ ഫത്ഹുൽ മുഈൻ അത് ആലിമല്ല. പക്ഷേ എഴുതിയ മഖ്ദൂം തങ്ങൾ ആലിമാണ്. തുഹ്ഫ എഴുതിയ ഇബ്നു ഹജർ തങ്ങൾ ആലിമാണ്. കാരണം ആലിം എന്ന് പറഞ്ഞാൽ കുറെ വിജ്ഞാനം ശേഖരിച്ചത് കൊണ്ട് ആലിം ആകുകയില്ല. പിന്നെയോ ആലിം എന്ന് പറഞ്ഞാൽ ബലിൽ ആലിമു മനിത്തസഫ ബിസിഫത്തിൽ ഇൽമി, ഇൽമ എന്ന ഒരു ഗുണമുണ്ട്. ആ ഗുണം ആരിൽ നിലനിൽക്കുന്നുവോ അവനാണ് ആലിം. എന്താണ് ആ ഗുണം? അത് നൂറുൻ യഖ്ദിഫുല്ലാഹു ഫീ ഖൽബി അബ്ദിഹിൽ മുഅ്മിൻ, അള്ളാഹുവിന്റെ മുഅ്മിനായ അടിമകളുടെ മനസ്സിൽ അള്ളാഹു നിക്ഷേപിച്ച ഇട്ടുകൊടുത്ത ഒരു നൂറാണ്. ആ നൂറില്ലാത്ത വിജ്ഞാനങ്ങൾക്കൊന്നും ഇൽമ് എന്ന് പറഞ്ഞുകൂടാ. ആ നൂറുള്ളവരാണ് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയവർ. അവരാണ് അള്ളാഹുവിലേക്ക് ചേരാനുള്ള വഴി വെളിച്ചത്തിലൂടെ കണ്ട് ആ വെളിച്ചത്തിലൂടെ പോകുന്നവർ. അവരെ പിന്നിൽ നാം പോയാൽ നമുക്കും ആ വെളിച്ചത്തിന്റെ പിന്നാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക്, സ്വർഗത്തിലേക്ക്, മഹാന്മാരെ ചെന്നെത്തുന്ന സ്ഥലത്തേക്ക് ചെന്നെത്താൻ കഴിയും. ഈ നൂറ് നഷ്ടപ്പെട്ടവർ അവർ വിജ്ഞാനമുണ്ടായതുകൊണ്ട് മാത്രം ആലിം എന്ന് പറയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മഹാ ആലിമാകേണ്ടത് ഇബ്ലീസ് ആയിരുന്നു. ആ ഇബ്ലീസ് ഇന്ന് ആരാണ്? എവിടെയാണ്? കുറെ വിജ്ഞാനം ശേഖരിച്ചതുകൊണ്ട് ആലിം ആയിരുന്നെങ്കിൽ ഇബ്ലീസ് ആലിമാകണ്ടേ? ബൽആം ഇബ്നു ബഅൂറ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ അയാൾ ആലിമാകണ്ടേ? ആലിം എന്ന് പറഞ്ഞാൽ ആ ആലിമിനെ അനുകരിക്കാനും അനുസരിക്കാനും പറ്റിയവരാണ്. അവർ നമുക്ക് മാതൃകായോഗ്യരാണ്. അങ്ങനത്തെ ആലിമീങ്ങൾ ഇന്ന് എവിടെയാണ് ഉള്ളത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രസ്ഥാനത്തിന് മുമ്പിൽ നിൽക്കുന്നവരാണ് ആ ആലിമീങ്ങൾ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. കേരളത്തിൽ 1300 വർഷം കാലം യാതൊരു തർക്കവുമില്ലാതെ കൈമാറി പോന്ന പരിശുദ്ധ ദീൻ, അത് 13 നൂറ്റാണ്ട് കഴിഞ്ഞ് 14-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ അപ്പോഴാണ് പുത്തൻ ആശയങ്ങൾ ഇവിടെ കടന്നു വരാൻ തുടങ്ങിയത്.
അതുവരെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പുത്തൻ ആശയങ്ങൾ കടന്നു വന്നിട്ടില്ല. 1921 ശേഷം അങ്ങനെ പുത്തൻ ആശയങ്ങൾ കടന്ന് വന്നപ്പോ അവർ ഇത് ജനങ്ങളുടെ മനസ്സിൽ പുത്തനാശയം തോന്നാതിരിക്കാൻ വേണ്ടി ഒരു നല്ല പേര് കൊടുത്താണ് അവർ ആദ്യം രംഗത്ത് വന്നത്. എന്തായിരുന്നു ആ പേര്? ഐക്യസംഘം. യഥാർത്ഥത്തിൽ അനൈക്യവുമില്ലാത്ത രാജ്യത്ത് എന്തിനാണ് ഈ ഐക്യസംഘം? പലർക്കും പിടുത്തം കിട്ടില്ല. പക്ഷേ അവരെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു? പുത്തനാശയം ഇവിടെ കൊണ്ടുവരലായിരുന്നു. അതിനടിസ്ഥാനപരമായി അവർ കണ്ടെത്തിയത് 4 മദ്ഹബുകൾ എന്ന് പറയുന്ന അനൈക്യമാണ്. അതുകൊണ്ട് എല്ലാ മദ്ഹബുകളെയും നിഷേധിച്ച് ഒറ്റ മദ്ഹബ്. അതെന്താ? ഈ 4ൽപ്പെട്ടൊന്നുമല്ല, ഇവരുണ്ടാക്കിയ മദ്ഹബ്. ആ മദ്ഹബിനാണ് അവർ ഇസ്ലാമെന്ന് പേരെടുത്തത്. ബാക്കിയുള്ളതെല്ലാം ഇസ്ലാമിനെ ശിഥിലമാക്കുന്ന മദ്ഹബുകളാണെന്നും അതുകൊണ്ട് നാം ഐക്യപ്പെടണമെന്നും മദ്ഹബുകൾക്കൊന്നും വിധേയമല്ലാത്ത വിധം ഖുർആനെ സുന്നത്ത് എന്ന് പറഞ്ഞ് ജനങ്ങളെ വിളിക്കുകയാണ്. അതിന് തുടക്കമായിരുന്നു ഇത്. അന്നത്തെ ആലിമീങ്ങൾ മാത്രമല്ല, അന്നത്തെ രാഷ്ട്രീയക്കാരായ കുറച്ച് ദീനുള്ളവർക്കർക്കും ഇത് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഇവരുടെ ഈ ഉള്ളിരിപ്പ് മനസ്സിലാക്കിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇവർക്കെതിരിൽ തൂലിക ചലിപ്പിച്ചു, ഇവർക്കെതിരിൽ പ്രസംഗം നടത്തി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനം അടുത്ത ദിവസം എന്റെ കയ്യിൽ കിട്ടുകയുണ്ടായി. അന്ന് അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു, ഇവരുടെ മനസ്സിലിരിപ്പ്, ഉള്ളിലിരിപ്പ് ഇസ്ലാമിനെ അടിമുടി മാറ്റി ഒരു പുതിയ രൂപത്തിൽ കൊണ്ടുവരണം എന്നതാണ്. അതായിരുന്നു ഈ പുത്തനാശയക്കാരുടെ ഉള്ളിലിരിപ്പ്. ഇത് കണ്ടപ്പോൾ അന്നത്തെ നേതാക്കന്മാർ, അന്ന് സയ്യിദന്മാരുടെ നേതാവായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അന്ന് ജനങ്ങളെ പുത്തൻ ആശയങ്ങളിലേക്ക് തെറ്റിക്കുന്നതിനു വേണ്ടി പുത്തനാശയക്കാർ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അത് നേരത്തെ കണ്ടറിഞ്ഞ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും മഹാനായ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ്ങിൽ നബറല്ലാഹു മഖ്ദഹുമാ റഫഅനാ ബിഹിമാ ആമീൻ, ഇവരടക്കമുള്ള അന്നത്തെ ധാരാളം സാദാത്യങ്ങളും ആലിമീങ്ങളും ചേർന്ന് ഒരു പണ്ഡിത സഭക്ക് രൂപം കൊടുക്കും. ആ പണ്ഡിത സഭയാണ് സമസ്തകൾ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. ആ പണ്ഡിത സഭയുടെ ദൗത്യം എന്താണ്? അവർ ലക്ഷ്യമാക്കിയത് എന്താണ്? ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ഇന്നും അവർ പോയ ആ റൂട്ടിൽ നിലകൊള്ളുന്നതും ആ 2 സയ്യിദന്റെയും ആലിമിന്റെയും അതേ റോളിൽ ഇവിടെ ഇന്ന് നിലനിൽക്കുന്നത് മഹാനായ താജുൽ ഉലമയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും 2 പേരല്ലാതെ ആരാണ് ആ മാർഗത്തിൽ നിലനിൽക്കുന്നത്? ഇത് നമുക്ക് മനസ്സിലാക്കാൻ പോയൊന്നും വേണ്ട. ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അനീതികളും അധാർമികമായ പ്രവർത്തനങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും നടത്താൻ ഇവർക്ക് വഴി കാണിച്ചു കൊടുത്തിട്ടില്ല. മറിച്ച് ഇതാ ജനങ്ങൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്നും അത് നമ്മുടെ റൂട്ടല്ലെന്നുമായിരുന്നു അവർ പഠിപ്പിച്ചതെങ്കിൽ ഇന്നത്തെ ഈ വിഭാഗം എല്ലാ നാശങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നവരാണ്. എത്ര കൊലപാതകങ്ങൾ നടത്തി, ആ നടത്തിയ ഒന്നിനെ കുറിച്ചെങ്കിലും അത് നന്നായില്ല, ചീത്തയായി പോയി പറയാൻ ഇവിടെ ഉണ്ടായോ? ഈ പറഞ്ഞ കൂട്ടരിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തരുത്, അത് നമ്മുടെ റൂട്ടല്ല, വഴിയല്ല എന്ന് പറഞ്ഞോ? ഇല്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. നേരത്തെ PKM പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗത്തുനിന്ന് അവരെ എന്നല്ല ആരെയും കൊല്ലുന്നയും തല്ലുന്നയും ആക്രമിക്കുന്നയും രീതി ഉണ്ടായിട്ടില്ല. മുസഹബ് വരെ ചുട്ടരിച്ചില്ലേ ഇവർ? എന്തിനാണിത്?
നമ്മുടെ പെരടിയിൽ വെച്ച് കെട്ടാൻ വേണ്ടി എന്തൊക്കെ അവരുണ്ടാക്കിയോ അതൊക്കെ റഹ്മാനായ റബ്ബ് വെളിച്ചത്ത് കൊണ്ടുവന്നു. പരിശുദ്ധ ഖുർആൻ കത്തിച്ചു കളഞ്ഞു. ആരാണ് ഇത് ചെയ്തത്? അതിനെക്കുറിച്ചെങ്കിലും കൊലപാതകത്തിന്റെ പോട്ട് ഖുർആൻ ചുട്ടരിച്ചു. ആ പണിയെങ്കിലും അത് ശരിയായില്ല എന്ന് പറയാൻ ഇവിടെ ആളുണ്ടാകും. ഞാൻ പറയുന്നു, ഇവരാണോ സമസ്തയുടെ നേതാക്കൾ എന്ന് പറയുന്നവര്? അല്ലെങ്കിൽ സമസ്തയുടെ നേതാക്കൾ അവർ തന്നെ ഞങ്ങളുടെ മഹാന്മാരാണ് ഇവരൊക്കെ എന്ന് പറയുന്ന ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ഈ നേതൃത്വം ഇക്കൂട്ടർ അംഗീകരിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കണ്ണിയത്തിന്റെ സ്മരണിക ഇപ്പോഴത്തെ പുതിയ സ്മരണയും കാണാം. ഈയിടെ മരിച്ചുപോയ കാളമ്പാടി കണ്ണിയത്തിന്റെ സ്മരണികയിൽ എഴുതുന്ന ഒരു ഭാഗം, മഹാനവറുകൾ വലിയ ആളായിരുന്നു, ഏത് കാര്യവും തുറന്നു പറയുന്നതിൽ പ്രയാസമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് ഞാൻ അരീക്കോടിനടുത്ത് ഒരു സ്ഥലത്ത് ദർശനം നിൽക്കുമ്പോൾ ജുമഅക്ക് മുമ്പ് ഒരു പ്രസംഗം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അത് സമസ്തയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദിന്റെ അരികിൽ പോയി ചോദിക്കുക. അത് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് നടത്താം, ഇല്ലെങ്കിൽ ഇത് വേണ്ട. അങ്ങനെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം കണ്ണിയത്തിനടുത്ത് പോയപ്പോ കണ്ണിയത്ത് പറഞ്ഞു, അത് അസദ്ദായ കറാഹത്താകുന്നു. അസദ്ദായ കറാഹത്ത് എന്ന കഠിനമായ കറാഹത്ത്. അപ്പൊ കഠിനമായ കറാഹത്ത് എന്ന് പറഞ്ഞാൽ തഹരീമിന്റെ കറാഹത്ത് എന്നതിന് സാങ്കേതികമായി ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്ത്. ആ പറഞ്ഞ കണ്ണിയത്തിന്റെ ഫത്വ ഇവരെവിടെ വെച്ചു? എവിടെ വെച്ചു? ഞങ്ങളാണ് കണ്ണിയത്തിന്റെ ആളുകൾ. കണ്ണിയത്തിനെ പറഞ്ഞതിന്റെ കുരുത്തക്കേടാണ് ഇവർക്ക്, ഞങ്ങൾക്ക് കുരുത്തക്കേട്. നിങ്ങൾക്ക് സംഭവിച്ചെന്താ? അപ്പൊ ഞാൻ പറയുന്നത്, സുഹൃത്തുക്കളെ, കണ്ണിയത്തിന്റെ റൂട്ടിൽ പോയിട്ടില്ല. പോകട്ടെ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ കുത്തുബ പരിഭാഷയെ കുറിച്ച് മൂപ്പരെഴുതിയ പുസ്തകത്തിൽ പറഞ്ഞത് അത് കബീറത്താണെന്നാണ്. കബീറത്ത് എന്ന വൻ കുറ്റമാണ്. ആ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ നേതൃത്വം അംഗീകരിക്കുന്നു എന്ന് പറയുന്ന കൂട്ടർ നടത്തുന്ന പള്ളികളിൽ കുത്തുബ പരിഭാഷ മിമ്പറിൽ വെച്ച് നേരെ പരിഭാഷയല്ലേ നടക്കുന്നത്? പിന്നെ അവർക്ക് എന്താണ് ഇ.കെയുടെ പിൻഗാമികൾ എന്ന് പറയാൻ എന്ത് അർഹതയുണ്ട്? അതേപോലെ തന്നെ പള്ളികളിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന തറപ്രസംഗം, ആ തറപ്രസംഗത്തെ കുറിച്ച് ശംസുൽ ഉലമയുടെ തീരുമാനം എന്താണ്? അദ്ദേഹത്തിന്റെ ഫത്വ എന്താണ്? ഇതെല്ലാം കാറ്റിൽ പരത്തി തെറ്റായ തെറ്റുകൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കും. വായിൽ കൂടെ പോകുന്നത് ഇവിടുത്തെ അമുസ്ലിങ്ങൾ എത്ര ശത്രുത ഉണ്ടെങ്കിലും ശരി, അവരടക്കം മറ്റാളെ കുറിച്ച് പറയില്ല. അങ്ങനത്തെ വാക്കുകൾ അല്ലേ ഇവർ പറയുന്നത്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പിന്നെ എന്തു വേണം? അതിലൊന്നും യാതൊരു ഭയവുമില്ലാതെ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ തെറ്റിക്കുമ്പോ ആ തെറ്റിന്റെ ഉത്തരവാദിത്വം ഇക്കൂട്ടർ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. നല്ല ഒരു നേതൃത്വത്തിന് പിന്നിൽ പോകുന്നവരാണ് നമ്മുടെ അണികൾ. നാം കുഴപ്പക്കാരല്ല, എവിടെയും അക്രമം ഉണ്ടാക്കുന്നവരല്ല, അക്രമം അഴിച്ചുവിടുന്നവരല്ല. നാം ഏത് വിഷയത്തിലും ഇപ്പൊ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ വെട്ടിക്കുന്നത്, എന്ത് വെട്ടെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ മനസ്സാക്ഷി ഒരിക്കലും അനുവദിക്കാത്ത തരത്തിൽ വെട്ടി കൊന്നുകളഞ്ഞില്ല. ആരാധന ചെയ്തത്? ഖുർആൻ പറയുന്നു, വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫിഹാ. ഒരു മുഅ്മിനായ മനുഷ്യനെ കൽപ്പിച്ചു കൂട്ടി, അബദ്ധത്തിൽ മരിച്ചുപോയതല്ല, കൽപ്പിച്ചു കൂട്ടി വെട്ടിയോ കുത്തിയോ എങ്ങനെയോ അവട്ടെ കൊന്നുകളഞ്ഞാൽ ഫജസാഉഹു ജഹന്നം, അവൻ മനസ്സിലാക്കിക്കൊള്ളണം, അവന് ഉള്ള അതിന് അള്ളാഹു കൊടുക്കുന്ന പ്രതികാരം ജഹന്നം എന്ന് പറയുന്ന നരകമാണ്. ഖാലിദൻ ഫീഹാ, അതിൽ കടന്നിട്ട് പിന്നെ ശാശ്വതമായി അവൻ അവിടെ തന്നെ താമസിക്കേണ്ടി വരും.
ഇങ്ങനെയുള്ള ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുള്ളതെന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ അസ്സബഉൽ മുബിഖാത്ത്, മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കുന്ന 7 വൻകുറ്റങ്ങൾ. ആ 7 വൻകുറ്റങ്ങളിൽ പെട്ട ഒന്നാണ് അല്ലാഹു ഹറാമാക്കിയ ഒരു നഫ്സിനെ കൊല്ലുക എന്ന്, ഒരു ജീവനെ അപഹരിക്കുക എന്ന്. ഇത്രയും വൻകുറ്റം ചെയ്തവർക്ക് ഇസ്ലാം കൊടുക്കുന്ന പേര് ഫാസിഖ് എന്നാണ്. കൂട്ടുനിൽക്കുന്നവർ, അവർക്ക് കോപ്പ് കൂട്ടിക്കൊടുക്കുന്നവർ, അവർക്ക് വീണ്ടും പ്രോത്സാഹനം നൽകുന്നവർ, ഇവർ എന്ത് സമസ്തയാണ്? സമസ്ത എന്നിവയെ കുറിച്ച് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ പ്രവർത്തകരോട് നാം നാശകാരികളെ, നമുക്ക് നല്ല മികവുറ്റ ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് നാം ഒരിക്കലും കുഴപ്പത്തിന് പോകുന്നവരല്ല. നാം പ്രതിഷേധമുണ്ടാക്കുമ്പോഴും, ഇപ്പോ ഈ കൊലപാതകം നടത്തിയതിന് നാം പ്രതിഷേധമുണ്ടാക്കുന്നത് ഇന്ത്യൻ ഭരണഘടന മാനിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ്. നമ്മുടെ ഉസ്താദുമാർ അങ്ങനെയാണ് നമ്മോട് പറഞ്ഞു. മഹാനായ സുൽത്താനുൽ ഉലമ, ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഇവിടെ ആകെ ഉണ്ടായ പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്യരായ ഉസ്താദിന് കൊടുത്ത ആ വലിപ്പം അത് അംഗീകരിക്കാൻ ഇവർക്ക് കഴിയില്ല. പക്ഷെ അവരംഗീകരിക്കാതെ പിന്നെയും സൃഷ്ടിച്ച് പോവാ. അല്ലാഹു തആല അങ്ങനെ ഉസ്താദിനെ വീണ്ടും ഉയർത്തുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു പള്ളി ഉൾക്കാനുണ്ട്. എവിടെ പള്ളി? കണ്ണൂർ വലിയ പട്ടാള ക്യാമ്പ്. ആ പട്ടാള ക്യാമ്പിനുള്ളിൽ പള്ളി ഉണ്ടാക്കാൻ തന്നെ കാരണം വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന 1000-ൽ പരം വരുന്ന പട്ടാളക്കാർ മുസ്ലിങ്ങളുണ്ട്. അവർക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ല. അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെയാണ് പോയത്. അപ്പൊ ക്യാമ്പിന്റെ ഉള്ളിലേക്ക് എല്ലാവർക്കും ചെല്ലാനൊന്നും പറ്റില്ല. നേരത്തെ പെർമിറ്റ് ലഭിച്ചവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വന്യരായ AP ഉസ്താദ് കടന്നു ചെല്ലുമ്പോ 3000-ൽ പരം വരുന്ന പട്ടാളക്കാർ ഇരു സൈഡിലും നിന്ന് ഉസ്താദിനെ സ്വീകരിച്ചുകൊണ്ട് അവർ കയ്യടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഉസ്താദ് അവിടത്തേക്ക് കടന്നു പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയാ, കയ്യടിച്ചാൻ പാടുണ്ടോ? കയ്യടിച്ചാൻ പാടുണ്ടോ? അത് പട്ടാളക്കാരോട് കയ്യടിച്ചാൻ പറ്റുമോ? എന്താണ് ഈ കൂട്ടരെ പറ്റി പറയുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്, അത് അല്ലാഹു തആല ഒരാൾക്ക് കൊടുത്തത്. എവിടെ ചെന്നാലും ഉസ്താദിനറിയാത്ത ആളാണ്. ഉസ്താദിന്റെ കൂടെ ഒരു കൊല്ലം മുമ്പ് ഇറാഖിൽ ചെന്നപ്പോ, ഞാനും ഇറാഖിൽ ആദ്യമായി പോവാണ്, ഉസ്താദും ആദ്യമായി തന്നെ പോവാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ പള്ളിയിൽ മഗ്രിബ് നിസ്കരിക്കാൻ എത്തണമെന്ന് വെച്ച് പോയപ്പോ, പക്ഷെ റോഡ് ബ്ലോക്കിൽ പെട്ട് ജമാഅത്തിനെത്തിയില്ല. ഞങ്ങളിവിടെ എത്തിയപ്പോ ജമാഅത്ത് കഴിഞ്ഞു. ഞങ്ങള് പള്ളിയിൽ കൊടുത്ത് കടന്നപ്പോ പള്ളിയുടെ ഉള്ളിൽ നമ്മൾ മക്കയിലും മദീനയിലും കാണുന്ന പോലെ സാധാരണക്കാർക്കുള്ളൊരു ദർസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പള്ളിയിലെ ഇമാമ് അവിടെ ദർസ് നടത്തുകയാണ്. ഉസ്താദിന് അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ അദ്ദേഹം ഉസ്താദിനെ കണ്ടപ്പോൾ യാ മർഹബ മർഹബ എന്ന് പറഞ്ഞ് ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി അയാൾ അവിടെ വന്നു. ഉസ്താദിനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് അവിടെ ഇരിക്കുന്നവർക്ക് പരിചയപ്പെടുത്തി. ഇദ്ദേഹം അശ്ശൈഖ് അബൂബക്കർ അഹ്മദ് അദ്ദാഇയത്തുൽ കബീർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദാഇയാണ് ഇദ്ദേഹം. ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് എന്ന് പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉസ്താദിനെ അയാൾ മനസ്സിലായില്ല. അപ്പൊ ഉസ്താദ് അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് മദീന മുനവ്വറയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്, അന്ന് അവിടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഉസ്താദ് പിന്നെ ഒരു ചാൻസ് കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തില്ല. അവരുടെ മർക്കസിന്റെ സമ്മേളനം ഉണ്ട്, ഇപ്പൊ അടുത്ത് നടക്കാൻ പോകുന്നു. ആ സമ്മേളനത്തിന് നിങ്ങൾ വരണം, ഞാൻ കത്തയക്കാം. അങ്ങനെ ഉസ്താദിന് കണക്കത്തും. പിന്നെ ഉസ്താദ് ഫോണും ചെയ്ത് അദ്ദേഹം ഇവിടെ സമ്മേളനത്തിനെത്തി. അദ്ദേഹമാണ് ഒരു ദിവസത്തെ ജുമാക്ക് അവിടെ ഖുത്ബ നിർവഹിച്ചത്.
4 ദിവസവും പരിപാടിക്ക് അദ്ദേഹം ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പോയിട്ടോ ഇവിടെ നടക്കുന്ന ഇസ്ലാമികമായ ചലനങ്ങളെ കുറിച്ച്, ഹർക്കത്തിനെ കുറിച്ച്, ഉസ്താദിന്റെ നേതൃത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പള്ളിയിൽ പിന്നീട് അദ്ദേഹം പ്രസംഗത്തിലുള്ളത് പറയുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ ലോകത്തും ഉസ്താദ് അറിയപ്പെടുന്ന ആളാണ്. പക്ഷെ അതിനോട് ഒരു വിരോധം വെച്ച കൂട്ടർ, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഉയർച്ച വരാത്തത്. ഹാഷിദുണ്ടല്ലോ, ഹസദ് വെക്കുന്നവർ, അവർക്ക് ഉയർച്ച കിട്ടൂല. ലാ യസൂദുൽ ഹസൂദ് എന്നൊരു പഴമൊഴി. ഹസദ് വെക്കുന്നവർ അവർക്ക് ഒരിക്കലും സിയാദത്ത് കിട്ടൂല. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ലോകത്ത് എമ്പാടും അറിയും, എല്ലാവർക്കും അറിയും. ഉസ്താദിന് അല്ലാഹു തആല ഒരുപാട് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കൂട്ടർ വിമർശനം തന്നെ, എന്നും വിമർശനം. പക്ഷെ ആ വിമർശനം കൊണ്ടൊന്നും ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഇല്ലാതാവുകയില്ല. പുത്തനാശയക്കാർ എന്തെല്ലാം ചെയ്തു നോക്കി, ഇപ്പോഴെന്തെല്ലാം ചെയ്തു നോക്കുന്നു. അവരിൽ ഉപരിയായി ഈ കൂട്ടരാണ് ഏറ്റവും വലിയ ദ്രോഹം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ അതിലൊന്നും നാം ആരും പെട്ടുപോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പല നിരക്കുള്ള ദുഷ്പ്രചരണങ്ങളും കോലാഹലങ്ങളും എല്ലാം ഉണ്ടാക്കി ഞാനിപ്പോ എതിരാണ്, അതിനെതിരാണ്, ഞാൻ മുഷാവറിൽ ഇറങ്ങിപ്പോയി, അങ്ങനെ പൊന്മുളപ്പ് തെറ്റിച്ചിരിക്കുന്നു, ഇപ്പൊ ഞങ്ങളെ പാളയത്തിലേക്ക് ഇങ്ങോട്ട് വരും, കാത്തിരുന്നു ഇങ്ങനെ പറയും ഈ കൂട്ടർ. അതുകൊണ്ട് അതിലൊന്നും ആരും കുടുങ്ങണ്ട. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയറെ മുബാറക് കിട്ടിയെങ്കിൽ അതും അല്ലാഹു തആല ഉസ്താദിന് കൊടുത്ത ഒരു പ്രത്യേകതയാണ്. ആ ബഹുമാനം വരെ ഇവർ ഈ ഹസദിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ ആ ബഹുമാനം വരെ എത്തിച്ചു ചെയ്തു കളഞ്ഞു. പച്ച കുഫ്രിയത്തിലേക്ക് പോകും വിധം അതിന്റെ പേരിൽ എത്ര ആളുടെ ഈമാൻ തെറ്റിപ്പോയി കാണും. എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് അവരുടെ സമസ്തയുടെ ഒരു നേതാവായിരുന്ന അയാൾ ഇപ്പൊ മരിച്ചുപോയി. അയാൾ ഇവരോട് പറഞ്ഞു, നിങ്ങളെ അതിനെക്കുറിച്ച് പറയണ്ട. ഇപ്പടുത്ത് മരിച്ച പാറന്നു അദ്ദേഹം പറഞ്ഞ് അവരെ ഈ കുട്ടികളോട് പറഞ്ഞ്, നിങ്ങൾ അതിനെക്കുറിച്ച് പറയണ്ട. അത് വ്യാജമായ മുടിയാണെങ്കിൽ AP മാത്രമേ കുറ്റക്കാരനാവുള്ളൂ. നമ്മളെ പറ്റിച്ചതിന് AP മാത്രമേ കുറ്റക്കാരനാവുള്ളൂ. അത് സത്യമായ മുടിയാണെങ്കിൽ നമ്മൾ എല്ലാം കുറ്റക്കാരാകും. അപ്പൊ നമ്മൾ എല്ലാം കൂടി കുറ്റക്കാരാകുന്നു. ഒരു AP മാത്രം കുറ്റക്കാരനാവും നോക്കിയാൽ നമ്മൾ ഏതാ നോക്കേണ്ടത്? അപ്പൊ നമ്മൾ എന്തിനാ അതിനെ കുറിച്ച് പറയുന്നു? നമുക്കറിയാത്ത കാര്യം നാം ഒന്നും പറയണ്ട. അയാൾ നമ്മളോട് പൊള്ളു പറഞ്ഞെങ്കിൽ അയാൾ കുറ്റം ചെയ്തു, ജനങ്ങളെ വഞ്ചിച്ചു, ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ അത് ഇവരുതേക്കൊണ്ടോ? ഞാൻ പറയുന്നത് അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ യാതൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് അപ്പറഞ്ഞ കുട്ടികൾ. ഈ നേതൃത്വത്തിനാണെങ്കിലോ അവർക്ക് ഇവരോട് വല്ലതും പറയാൻ പറ്റുമോ, കഴിയുമോ? അവരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയല്ല നമ്മുടെ സംഘടന അച്ചടക്കമുള്ളൊരു സംഘടനയാണ്. ആ സംഘടനയിൽ എല്ലാവരും ഉറച്ചു നിൽക്കണമെന്നും ഈ തസ്വീസുകൾ വസ്വാസാക്കുന്ന പരിപാടിയിൽ നാം ആരും പെട്ടുപോകരുതെന്നും ഹക്കിൽ നിന്ന് ആരൊക്കെ തെറ്റിപ്പോകുന്നുവോ അവർക്കൊക്കെ അള്ളാഹു ഹിദായത്തിന് വെളിച്ചം കൊടുക്കട്ടെ എന്ന് നാം ഒക്കെ ദുആ ചെയ്യുക. അള്ളാഹു ഒരു ഹിദായത്തിന് ഉദ്ദേശിച്ചില്ലെങ്കിൽ അവർ ഷർറിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മളെ നേതാക്കളെയും സ്ഥാപനങ്ങളെയും ഒക്കെ അള്ളാഹു കാക്കട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടിക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഇനി നിങ്ങളോട് ഇഷ്ടം പോലെ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട പട്ടബിരിയം അബ്ദുർ റഷീദ് സഖാഫി ഉണ്ട്, അതുപോലെ വേറെയും ആലിമീങ്ങളെ കൊണ്ട് അവരൊക്കെ സംസാരിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പൊരുത്തത്തിലാക്കട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
സത്യത്തില് മഞ്ചേരി എന്ന് പറയുമ്പോൾ ഇവിടെ നേതാക്കൾ ഉസ്താദുമാര് PKM സക്കാഫി ഉസ്താദും പൊന്മുള ഉസ്താദും അടക്കമുള്ള നേതാക്കൾ ഓർമ്മപ്പെടുത്തി ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ നിരന്തരമായി കൊലക്കത്തിക്ക് വിധേയമാക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും വിശുദ്ധമായ ഇസ്ലാം അതിന് അതേ രൂപത്തിൽ തിരിച്ചടിക്കാനുള്ള അനുമതി നൽകാത്തത് കൊണ്ട് മാത്രമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ സംയമനം പാലിച്ച് സമാധാനം പാലിച്ച് സമാധാനപരമായ രൂപത്തിൽ കാര്യങ്ങൾ പോകണം എന്നാഗ്രഹിക്കുന്നത്. മഞ്ചേരിയിൽ ഇത് പറയുമ്പോൾ ഈ അടുത്ത് എളങ്കൂറിലാണ് തിരുത്തിയിൽ അബുഹാജി എന്ന് പറയുന്ന എളങ്കൂർ മഹലിന്റെ ട്രഷറർ കൂടിയായിട്ടുള്ള ഒരു കാരണവരെ ക്രൂരമായി കൊലപ്പെടുത്തി. ഇവിടെ അവർ അതിന്റെ തുടർന്നുകൊണ്ട് പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന പണ്ഡിത വേഷധാരികളായ ആളുകൾ ഈ മഞ്ചേരിയിൽ പ്രകടനം നടത്തിയിട്ട് പറഞ്ഞു അവർ കൊന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ കൊലപാതകങ്ങൾക്ക് മുഴുവനും മൗനസമ്മതം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഭരണത്തിൽ പങ്കാളികളായ ഒരു സംഘടനയുണ്ട്. അതിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പറുണ്ട് മഞ്ചേരി. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിന്റെ മണ്ഡലം കമ്മിറ്റി ഇലക്ഷനിൽ യുവ നേതാവിനോട് പരാജയപ്പെട്ട് തൽക്കാലം ഒരു ബോർഡിന്റെ ചെയർമാൻഷിപ്പും കൊടുത്ത് പാർട്ടി ഇങ്ങനെ പിടിച്ചു നിർത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം സമസ്തയുടെ വലിയ കറാമത്തായി പറഞ്ഞത് 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതികളെ 12ാമത്തെ ദിവസം പുറത്തിറക്കാൻ സാധിച്ചു എന്നതാണ്. കൂട്ടരെ, സമസ്തക്ക് അത്ര വലിയ കറാമത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രതികളെ പിടിക്കപ്പെടാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിലും ഇവർ നാടുനീളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുത്തിയിൽ അബുഹാജി കുഴഞ്ഞു വീണ് മരിച്ചതാണ് തിരുത്തിയിൽ അബുഹാജി കുഴഞ്ഞു വീണ് മരിച്ചതാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഈ മഞ്ചേരിയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതുകൂടെ നമ്മൾ വിശദീകരിക്കാൻ നിർബന്ധിതരാണ്. 58 വയസ്സ് പ്രായമുള്ള ആ മഹലിന്റെ ട്രഷററായ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? സംയുക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളി 50% AP വിഭാഗവും 50% EK വിഭാഗവും ഉള്ള മഹലാണ് എളങ്കൂർ മഹല്. ഈ എളങ്കൂർ മഹലിലെ ഇരുവിഭാഗവും സംയുക്തമായി നടത്തുന്ന മദ്രസയിൽ SKSSFന്റെ മാത്രം ഒരു പാട്ട് മൈക്ക് സെറ്റിലൂടെ വിട്ടപ്പോ നിങ്ങൾ ഈ മഹലിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം ഒരു ഖുർആൻ പാരായണമെങ്കിലും ഒരു അനുരഞ്ജനത്തിൽ പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചുവല്ലോ, ഖുർആനിന്റെ എതിരാളികളാണ് കേരളത്തിലെ ഇതേവരെ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനകളും ചെയ്യാത്ത ഫാസിസമാണ് കണ്ണൂരിലെ ഓണപ്പറമ്പിലെ മദ്രസയിലും പള്ളിയിലും കയറി അവർ ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 16-ാം തീയതി ശൈഖുന കാന്തപുരം ഉസ്താദ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ AP വിഭാഗത്തിന്റെ പേരിൽ രജിസ്ട്രേഷനുള്ള സ്ഥലത്തുണ്ടാക്കിയ പള്ളിയാണ് ഇവർ തകർത്തത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ കല്ലച്ചാലിലെ പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ കല്ലച്ചാലിൽ പോയാൽ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് സുന്ദരമായി നിസ്കരിക്കാൻ പറ്റിയ പള്ളിയും നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ആളുകളാണ് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പള്ളി തകർക്കുന്നത്. മാത്രമല്ല വിശുദ്ധമായ ഖുർആൻ കത്തിക്കുന്നത്, ഈ വിഭാഗത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ സ്വന്തം മദ്രസ കത്തിച്ചത് അവർ തന്നെയാ. ചീക്കോടും മുമ്പ് മദ്രസ കത്തിച്ചത്. ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ചേളാരി അതിന്റെ കൂടെ സമസ്ത എന്ന് പറയേണ്ടതുണ്ടോ, പറയാൻ പറ്റുമോ എന്ന കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊരു ഭീകര സംഘമാണ്, ഫാസിസമാണ് എന്ന് സമൂഹത്തോട് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുത്തിയിൽ അബുഹാജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതാണ് ഈ കയ്യിലുള്ള ഈ സാധനം. ഈ സാധനത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച മനുഷ്യന്റെ ശരീരത്തിന്റെ 4 ഭാഗങ്ങളിൽ ക്ഷതമുണ്ട് എന്ന് 4 ഭാഗത്ത് വിശദമായി പറയുന്നുണ്ട്. പിന്നെ വേറൊരു സുഖമുണ്ട്, ഇപ്പോ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ, അധികാര കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ, ഭരണക്കാരുണ്ടെങ്കിൽ ആർക്കും എപ്പോഴും എവിടെ നിന്നും രക്ഷപ്പെടാം എന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് പ്രതികൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു. പക്ഷെ അവരുടെ മനസ്സാക്ഷി പറയും അവർ പ്രതികളാണ്. അല്ലെങ്കിൽ എന്തിനാ 12 ദിവസവും ഈ ഭരണകൂടവും ഭരണാധികാരികളും സംവിധാനങ്ങളും പോലീസും ഒക്കെ ഉള്ളപ്പോ അകത്ത് കടക്കേണ്ടി വന്നത്? നാം ന്യായമായി ചിന്തിക്കേണ്ടതുണ്ട്. അതില്
നിങ്ങൾക്ക് ഇത് കാണാനുള്ള രൂപത്തിൽ തന്നെയാണ് ഈ LCD ഇത് സംവിധാനിച്ചപ്പോ അതിൽ പച്ച വരയിട്ട് അതിന്റെ അടിയിൽ കാണും അദ്ദേഹത്തിന്റെ ശരീരത്തില് മുറിവുകളുള്ള ക്ഷതമുണ്ട് എന്ന് പറയുന്ന ഭാഗം. ഈ രൂപത്തിൽ പിന്നെ മറ്റൊന്ന് പറയുന്നുണ്ട്, അദ്ദേഹം അറ്റാക്ക് വന്നാണ് മരിച്ചത്. അറ്റാക്ക് വന്ന് മരിക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിന് അടിയേറ്റപ്പോൾ ഉണ്ടായ ഉത്കണ്ഠയാണ് എന്ന് അതേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 58 വയസ്സ് പ്രായമുള്ള ആളെ അടിച്ചപ്പോ ആ ഒരു സഡൻ പ്രോബ്ലമാണ്, സഡൻ കാർഡിയാക് അറസ്റ്റ്, ഹൃദയാഘാതം ഉണ്ടാകാൻ കാരണമെന്ന് അതേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാഹചര്യങ്ങൾ ഇതാകുമ്പോ ഈ മഞ്ചേരിയിലെ ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതി പോലീസുകാരും ഉത്തരവാദപ്പെട്ട അധികാരികളും ഈ അക്രമികൾക്ക് പ്രചോദനം നൽകുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. പയ്യനാട് മക്കാം ഇതിന്റെ തൊട്ടടുത്താണ്. ഈ പയ്യനാട് മക്കാമിലാണ് അകാരണമായി കടന്നു കയറി കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ പേരിൽ വഖഫ് നൽകിയ ആ മക്കാമിൽ നടന്നു കിടക്കുന്നത്. ഇവർ സമസ്തയുടെയും ദീനുൽ ഇസ്ലാമിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും ആളുകളാണെന്ന് പറയുമ്പോൾ തന്നെ മഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി. ആ ചർച്ചയ്ക്ക് പോയപ്പോ മറുഭാഗത്തു നിന്ന് വന്ന നിർദ്ദേശം ആ മക്കാം അടഞ്ഞു കിടന്നാലും വേണ്ടിയില്ല, നിങ്ങൾ അവിടെ തുറന്ന് ദിക്റുകളും സലാത്തുകളും നടത്തേണ്ട എന്നാ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തുറക്കുന്നില്ല. അതേസമയം നിങ്ങൾ തുറന്നിട്ടെങ്കിലും അവിടെ വിളക്കണയാതെ കിടന്നിരുന്ന ആ പയ്യനാട്ടിലെ തങ്ങളവരുകളുടെ മക്കാമ് നിങ്ങൾ തുറക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഞങ്ങൾ തുറക്കണ്ട, നിങ്ങളൊന്ന് തുറക്കി അവിടെ പൊടി തട്ടി അവിടെ ചെതലരച്ച് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് സലാത്തുകളും ദിക്റുകളുമായി ഒന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഇവര് സലാത്ത് നടക്കണമെന്നോ ദിക്ർ നടക്കണമെന്നോ മക്കാമ് തുറക്കണമെന്നോ ഇതൊന്നല്ല അവരുടെ ലക്ഷ്യം. മറിച്ച് ആരാണ് പയ്യനാട് തങ്ങളെന്ന് അവർ അറിയാത്തവർ പോലും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പ്രാവശ്യം പോലും ആ മക്കാമിന്റെ അകത്തേക്ക് കടന്നു നോക്കാത്ത ആളുകളാ അന്ന് അടച്ചുപൂട്ടിക്കാനും അതേപോലെ തന്നെ മധ്യസ്ഥ ചർച്ചയ്ക്കും വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്കും വരുന്ന സാഹചര്യം ഉണ്ടായത്. കൂട്ടാവില് സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ രജിസ്ട്രേഷനുള്ള പള്ളിയും മദ്രസയും അവിടെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളന്ന് പോലീസുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് അവർ പറഞ്ഞ ഒരു വിഷയമുണ്ട്, 2 മിനിറ്റ് അല്ലേ നിക്കാഹിന് വേണ്ടത്, ഒരു പള്ളിയിലെ ഖാദിയെ അംഗീകരിക്കൂല, പള്ളിയിലെ ഒരു സംവിധാനത്തെ അംഗീകരിക്കൂല, പള്ളിയിലെ രജിസ്ട്രേഷൻ അംഗീകരിക്കൂല, ഒരു 2 മിനിറ്റ് സമയല്ലേ നിങ്ങൾക്ക് എന്താ അനുവദിച്ചു കൊടുത്താല്? ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞങ്ങളെ പുല്ലൂര് മഹല്ല്, ആ പുല്ലൂര് മഹല്ലിൽ ഇതേപോലെ ഞങ്ങൾക്ക് നിക്കാഹ് നടത്തേണ്ട സമയം വരുമ്പോ ഞങ്ങൾ രജിസ്ട്രേഷൻ കൊണ്ടുവരും, ഞങ്ങൾ അതിന്റെ ഖത്തീബിനെ ഖാദിയെ കൊണ്ടുവരും, നിങ്ങളൊരു അവസരം തന്നെ. അത് പറ്റൂല. പിന്നെ നമ്മളെ പേരിൽ രജിസ്ട്രേഷൻ ഉള്ള സ്ഥലത്ത് ഇവർക്ക് കയറി കൂടിയിട്ട് നിക്കാഹ് നടത്തണം, അവർക്ക് കാര്യങ്ങൾ നടത്തണം. അവിടെ മഞ്ചേരിയിലെ പോലീസുകാർക്കും കളക്ടർ അടക്കമുള്ള ആളുകൾക്കും MLA അടക്കമുള്ള ആളുകൾക്കും അറിയാം, അന്ന് ആ പള്ളിയിൽ കയറാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതേപോലെ തിരിച്ചു വരാൻ കഴിയൂലായിരുന്നു. അതുകൊണ്ടാണ് ADM അടക്കമുള്ള ആളുകൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ പള്ളിയിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. പള്ളിയിലേക്ക് ആയിരുന്നു ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. അതേസമയം നിങ്ങളുടെ ധിക്കാരവും അഹങ്കാരവും ആക്രമണോത്സുകതയും അംഗീകരിച്ചുകൊണ്ട് പള്ളിയിൽ കയറണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. പയ്യനാട് വടക്കാങ്കര ഉണ്ടായ സംഭവം ഈ മഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം നിരന്തരമായി ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ മഞ്ചേരിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോ മഞ്ചേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: പ്രതികളെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ തുടർന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര ഭരണഘടനാ സംവിധാനങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ പ്രതികളെ തുറങ്കിലടപ്പിക്കുവാനും അധികാരികളെ കൊണ്ട് അവരുടെ പണിയെടുപ്പിക്കുവാനും ഞങ്ങൾ നിർബന്ധിതരാകും. 3 മണിക്ക് ആ കൂട്ടാവിലെ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഞങ്ങള് പമ്പര വിഡ്ഢികളാണ് എന്ന് പോലീസുകാർ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ചില ആളുകൾ ചെയ്യുന്നത് പോലെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനും പോലീസ് സ്റ്റേഷനിൽ ഉപരോധം തീർക്കാനും ഞങ്ങളുടെ ഉസ്താദുമാരുടെ സമ്മതം ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സ്വൈര്യമായി ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നുകൂടെ ഈ സമയത്ത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മണ്ണാർക്കാട് 2 ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോ ഇവിടെ വ്യാപകമായി ഈ മഞ്ചേരിയിലടക്കം അരിയിൽ അബ്ദുൽ ഷുക്കൂറിന്റെയും TP ചന്ദ്രശേഖരന്റെ
മതത്തിന്റെയും മതത്തിന്റെ പേര് പറഞ്ഞ് സ്റ്റേജ് കെട്ടിയ ആളുകൾ. TP ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 60 വെട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതേസമയം മണ്ണാർക്കാടുള്ള നൂറുദ്ദീൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ ശരീരത്തിൽ 72 വെട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഈ സമൂഹം അത് കേൾക്കേണ്ടതുണ്ട്. എന്താ അവർ ചെയ്ത പാതകം, എന്താ അവർ ചെയ്ത തെറ്റ്? ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരായി താജുൽ ഉലമ ഉള്ളാൾ തങ്ങളെയും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയും അംഗീകരിക്കുന്നവരായി എന്നൊരൊറ്റ കാരണത്താലോ 72-ലധികം വെട്ടുകൾ വെട്ടിയിട്ട് ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത പ്രസ്ഥാനം അത് ഇവിടത്തെ ചേളാരി സമസ്തയും അവർ കോശാന പാടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടിയുമാണ്. 2006-ലെയും മറ്റും അനുഭവങ്ങൾ, ഈ അനുഭവങ്ങൾ കേരളത്തിന്റെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയിപ്പിക്കുന്ന സാഹചര്യം നിങ്ങൾ നല്ലപോലെ കരുതുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് മാത്രമേ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നതുള്ളൂ. 72 വെട്ട് വെട്ടിയിട്ട് മുഖത്ത് പോലും നിങ്ങൾ മനസ്സിലാക്കണം, മയ്യത്തിന്റെ മുഖം മാത്രമാണ് ഞങ്ങളൊക്കെ കണ്ടത്. 8-ലധികം വെട്ട് ഒരു മയ്യത്തിന്റെ മുഖത്ത് പോലും ഉണ്ട്. 4.5 മാസം പ്രായമാണ് നൂറുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ ചെറിയ കുട്ടിക്കുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രൂപത്തില് ഈ മക്കളും അവരുടെ ഭാര്യമാരും കുടുംബങ്ങളും ഈ രൂപത്തിലുള്ള കൊല്ലാക്കൊല കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 മയ്യത്തുകൾ ഒരു വീട്ടിന്റെ അകത്തളത്തില് വെട്ടി നുറുക്കി കൊണ്ടുവരുമ്പോഴാണ് തലക്കും കയ്യിനും കാലിനും വെട്ടേറ്റ ജ്യേഷ്ഠനെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ആ മയ്യത്ത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. എന്താ ചെയ്ത പാതകം? ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരായി, ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ സഹായികളായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഈ കൊല്ലാക്കൊലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അക്രമങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് മറുഭാഗത്ത് സമസ്ത എന്ന പേരില് ഈ സമൂഹത്തിന് ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് മറുഭാഗത്തെ നേതാക്കളോടും അവർ കോശാന പാടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരോടും തൽക്കാലം ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തുന്നതാണ്, അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ മഞ്ചേരിയിൽ വന്നുകൊണ്ട് ഷേഖുന പൊന്മള ഉസ്താദ് അവറുകള് മർക്കസ് സഖാഫത്ത് സുന്നിയക്കും കാന്തപുരം ഉസ്താദിനും ഒക്കെ എതിരാണ് എന്ന രൂപത്തില് 2-3 പ്രാവശ്യം ഇതേ സ്ഥലത്ത് വെച്ച് പ്രസംഗിച്ചു പോയത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അവറുകൾ തന്നെ ഇവിടെ വിശദമായി പറഞ്ഞു. അതിന്റെ കൂടെ ഉസ്താദ് അവറുകൾ തന്നെ നേരത്തെ നടത്തിയ വിശദീകരണവും ഞാൻ ഇപ്പൊ ഈ അടുത്ത മർക്കസിൽ പോയപ്പോഴുണ്ട്. അന്ന് ഷഹർ മുബാറക്ക് കൊടുക്കുന്ന അതേ സ്റ്റേജില് ഈ അഹമ്മദ് ഹസറജിയുടെ രണ്ട് കയ്യും കൂട്ടി ഉസ്താദ് അവറുകൾ കൈ പിടിച്ച് മുത്തുന്നത് ഞാൻ അവിടെ പോകുമ്പോ അവിടുത്തെ ഫോട്ടോയിൽ കാണാൻ സാധിച്ചു. അന്ന് അവിടെ അതേ സ്റ്റേജിൽ വെച്ച് നടന്ന സംഭവം. പിന്നീട് നടന്ന തൊട്ടടുത്ത റബീഉൽ അവ്വൽ മാസത്തില് ഉസ്താദ് അവറുകൾ ആ ഷഹർ മുബാറക്ക് ഇതുവരെ ഉസ്താദ് അവറുകൾ മർക്കസിലേക്ക് പോയിട്ടെന്നല്ല, അത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്നാ പറഞ്ഞത്. അത് ഉസ്താദ് തന്നെ വിശദീകരിക്കുന്നത്. ആദരവോടെയും മർക്കസ് സഖാഫത്ത് സുന്നിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ കിട്ടിയ ഉടനെ ആദ്യത്തെ റബീഉൽ അവ്വലിൽ ആദ്യത്തെ തിങ്കളാഴ്ച ആ മുടിയുടെ പ്രദർശനം നടന്നപ്പോൾ അന്ന് അതിൽ പങ്കെടുക്കുകയും ആ മുടി കാണുകയും പോരാ അതിന്റെ ആ വെച്ച പെട്ടിയൊന്ന് തൊട്ടുമുത്തുകയും ശേഷം ആ മുടി മുഖ്യ വെള്ളം കൊണ്ടുപോവുകയും ചെയ്ത ആളാണ് ഞാൻ. എന്റെ വന്യരായ ഉമ്മ അന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയുടെ ആ അസുഖത്തിൽ ആ വെള്ളമായിരുന്നു കൊടുത്തത്. സംസമും ഈ വെള്ളവും സമ്മിശ്രമായി മരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കൈ കൊണ്ട് ഉമ്മാക്ക് മുക്കി കൊടുത്തത് വായിൽ ടീസ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്തത് ഞാൻ ഓർക്കുന്നു. അപ്പൊ ആ മുടിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്നവരാണ് ഇവിടെ സമസ്തയുടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അല്ലാഹു അവിടത്തേക്ക് ഇനിയും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ മഹാനായ തങ്ങളും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട വന്നേരായ ഉസ്താദും ഇവിടെ നേരത്തെ പ്രസംഗിച്ച സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ സാദാത്യങ്ങൾ അവരെല്ലാം നിലകൊള്ളുന്ന ഒരു വലിയ പണ്ഡിത സഭ, അതുപോലത്തെ ഒരു സഭ ഇവിടെ ഒരാൾക്കും കാണിക്കാൻ സാധ്യമല്ല. 40 ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളാണ്. അങ്ങനത്തെ 40 പേര് പറയാൻ ഇവിടെ ഒരു സംഘടനക്കും കഴിയില്ല. അല്ലെങ്കിൽ 40 മുസാവറങ്ങളെ പേര് അവരൊന്ന് പരസ്യമായി പറയട്ടെ.
കഴിയില്ല. കാരണം ഏതെങ്കിലും കുട്ടികളല്ല സമസ്തയുടെ മുസാവറാണ്, വലിയ വലിയ ആലിമ്യങ്ങളാണ്. ആ ആലിമ്യങ്ങൾ മുഴുവനും ഒരേ ചരടിൽ കോർത്തതുപോലെ രണ്ടഭിപ്രായം ആർക്കും ഇവിടെയില്ല. ഷെറേ മുബാറക്കിന്റെ വിരോധിയാണ് ഞാൻ എന്ന് പറയുന്നത്. ആരാണ് ഈ പറയുന്നത്? കുറച്ചു നേരത്തെ അവരുടെ എന്തോ ഒരു വാർഷികം നടന്നപ്പോ അന്ന് പറഞ്ഞു, ഇപ്പൊ ഇയാൾ ഇങ്ങോട്ട് വരും, അന്ന് ഇതൊന്നും ഇതാണില്ല, ഇപ്പൊ അങ്ങോട്ട് വരുവയാണ് അവരെ സ്റ്റേജിക്ക്. അപ്പൊ ഞാൻ പറയുന്നത് അതെന്താ, അതിങ്ങനെ ചിത്തന ഉണ്ടാക്കുക. ഞാൻ അവരിലേക്ക് അടുത്ത് 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 വന്നിരിക്കുന്നു, ഇപ്പൊ അങ്ങോട്ട് വരും അന്ന് പറഞ്ഞതാ. അതിനാണെങ്കിൽ പേരിന് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി സ്ഥലത്തേക്ക് ഞാൻ എന്റെ വണ്ടി പോയപ്പോ ഡ്രൈവറിനോട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ പോണ്ട, അവിടെ സമ്മേളനം നടക്കുകയാണ്, അവരെന്തെങ്കിലും പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, നേഴ്സലേവേ റോഡല്ലേ, ഇവിടെ പോകാം. എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പിന്നെ വളഞ്ഞു പോവേ, ഇവിടെ പോവാം. അങ്ങനെ പോയി. അപ്പൊ പറഞ്ഞു, ഇപ്പൊ നീ കൂടാണ് പോയി വിശ്രമിക്കാണ്, അടുത്ത സമയം ഇങ്ങോട്ട് വരുന്നു, കാത്തിരുന്നോളി. ആരാണ് അതിലേക്ക് പോവുക? അതിലേക്ക് ഒരാൾ പോയാൽ അവനെ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു, ഒരു സംശയം വേണ്ട, എല്ലാം നഷ്ടപ്പെട്ടു. ഇത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല, ഫിത്തനയുടെ എഡ് എന്ന് വേണം പറയാൻ. ആ നിലക്കുള്ള ഫിത്തനയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ ഒന്നുമല്ല, വെറും ഫസാദ് ഉണ്ടാക്കലല്ലാതെ മറ്റെന്താണ്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ മഹല്ലാന്തരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എത്ര പേക്കോത്തുകളുണ്ട്? അതിനെതിരെ ഒരു വാക്ക് പറയാം. അല്ലെങ്കിൽ ഞങ്ങളെ കയ്യിലാണ് മഹല്ലുകളൊക്കെ എന്ന് പറയുന്നവർ ആ മഹല്ലുകളിലേക്ക് അതിനെക്കുറിച്ച് സർക്കൂറിന് കൊടുക്കാൻ ഇന്നേ വരെ ഇവർ തിരിഞ്ഞിട്ടുണ്ടോ? വിദഈ കക്ഷികൾ കടന്നാക്രമണം നടത്തുന്നു, അതിനെതിരിൽ വല്ലതുണ്ടോ? ഒന്നുമില്ല. ആകെ മുഫത്തിസ്മാരയക്കുന്നതും സർക്കുലർ കൊടുക്കുന്നതും ഒക്കെ AP വിഭാഗക്കാരെ അടിച്ചമർത്താം. ഇത് മാത്രം അജണ്ടാക്കിയ ഒരു കൂട്ടം. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അവർക്കൊരു രോഗമാണ്. അള്ളാഹു ആ രോഗം ശിഫാക്കി കൊടുക്കട്ടെ എന്ന് നമ്മൾക്ക് ദുആർക്കാം. ഇല്ലെങ്കിൽ അവർ ഷർറിൽ നിന്ന് ഈ സമൂഹത്തെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത്രേ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഷെറേ മുബാറക്ക് മർക്കസിൽ വന്നപ്പോ അന്ന് ഇവരൊരു പ്രസംഗിച്ചു. അതിന് സനദില്ലാത്ത മുടിയാണ് ആ മുടി. സനദുള്ള മുടി ആകെ 2-3 സ്ഥലത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് സനദെല്ലാം കൂടി പറഞ്ഞു നോക്കുമ്പോ ഒന്ന് ഖസ്റജിയുടെ അരികിൽ അബൂദാബിയിൽ ഒരു മുടി സൂക്ഷിപ്പുണ്ടെന്നാണ്. ആ ഖസ്റജി അതേ മുടിയായിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂദാബിയിൽ നിന്ന് വന്നപ്പോ ഖസ്റജി എനിക്കൊരു മുടി തന്നിട്ട് പറഞ്ഞിട്ട് വന്നതല്ല. പിന്നെയോ ആ ഖസ്റജി വന്നു. എവിടെ വന്നത്? ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പാകെ മർക്കസിൽ ഖസ്റജി വന്നു. സ്വകാര്യമായി ഉസ്താദിന് കൊടുത്തു. അങ്ങനെയല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പാകെ പൊതു സ്റ്റേജിൽ വെച്ച് അവസാനത്തെ ദിവസം പൊതുസമ്മേളനം നടക്കുമ്പോൾ ലോകരാഷ്ട്ര നേതാക്കളാണ് അവിടെ 1-ാം സ്വപ്നം 2-ാം ഈ രൂപത്തിൽ പച്ചയായി ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ പോലും ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്ന ഒരു നയനിലപാടിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റ ആളുകൾ. അല്ലെങ്കിലും ബോംബുണ്ടാക്കാനും ഇവരുടെ നേതാവ് പണ്ട് ചെമ്മാടിന്ന് പ്രസംഗിച്ചത് എന്തോ ഒരു സാധനം കരിയെന്ന് പറഞ്ഞിട്ട് അത് അന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. മനസ്സിലായത് പാറാട് ബോംബ് പൊട്ടിയപ്പോഴാ. സാധനം ഒക്കെ കൂടിയിട്ട് സഭ വഷളാക്കണ്ടെന്ന് കരുതിയിട്ടാ ബോംബ് പൊട്ടിയപ്പോഴാണ് 4-5 ആളുകളുടെ ഇയാൾ പറഞ്ഞ സാധനമൊക്കെയുള്ള എല്ലാം കരിഞ്ഞുപോയി. അപ്പോഴാ മനസ്സിലായത് അന്ന് ഉസ്താദ് അവർ പറഞ്ഞത് ഇതായിരുന്നു എന്ന് അനുയായികൾക്ക് മനസ്സിലായത് അപ്പോഴാ. ജലസേചന പദ്ധതിക്ക് നേരെയാണ് കണ്ണൂർ ജില്ലയിൽ ആദ്യം ബോംബെറിഞ്ഞത്. പിന്നെ ഈ വിഭാഗത്തിന്റെ ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി 12 ബോംബ്
കൊട്ടേഷൻ നൽകി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ സ്ഫോടനം നടന്ന് ഈ ആളുകൾക്ക് ദാരുണമായ ദുരന്തം ഉണ്ടായത്. പിന്നെ മറ്റൊരു കാര്യം, ബോംബ് സ്ഫോടനം പറഞ്ഞപ്പോൾ ഓർമ്മപ്പെടുത്തുക, മണ്ണാർക്കാട് കേസില് അവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നമ്മുടെ 2 പ്രവർത്തകന്മാർ, അവർ നേരത്തെ ഒരു കൊലക്കേസിൽ പ്രതിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ വസ്തുത കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1998 ഇതേ ആളുകളെ വകവരുത്താൻ വേണ്ടി അവർ തന്നെ തയ്യാറാക്കിയ ബോംബ് അവരുടെ കയ്യിൽ കിടന്ന് അവർ മരിച്ചുപോയതാ. അവരുടെ കൂട്ടത്തിൽ ഒരാള് ആ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചുപോയതാ. ഇവരെ പ്രതി ചേർത്ത് കോടതിയിൽ കുറ്റപത്രം വന്നപ്പോ ഇവർ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ട കേസാണ്. ഇപ്പൊ സമസ്തയുടെ സംസ്ഥാന നേതാക്കൾ എന്ന് പറയുന്ന ആളുകള് പത്രസമ്മേളനം നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ആളുകൾ പറഞ്ഞു, എ പി ഉസ്താദ് കഴിഞ്ഞ ശനിയാഴ്ച കോഴിക്കോട് വെച്ച് പറഞ്ഞു എന്ത്, ഇതില് ഈ വിഭാഗത്തിനും മുസ്ലിം ലീഗിനും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഹൈദരലി തങ്ങൾ ഇടപെടണം എന്ന് ഉസ്താദ് പറഞ്ഞു. അന്ന് കാവലൂരിൽ നിന്നൊക്കെ ചില ആളുകൾ പ്രസ്താവന ഇറക്കി, കാന്തപുരം തങ്ങളെ പഠിപ്പിക്കേണ്ട. പക്ഷെ മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ കണ്ടിരുന്നു, എല്ലാവരും സമാധാനം പാലിക്കണം, സംയമനം പാലിക്കണം, വിഭാഗീയതകൾ അക്രമങ്ങളിലേക്ക് പോകരുത്, കാന്തപുരം പറഞ്ഞാലും ഉടപ്പനക്കിൽ അളകും എന്നിപ്പോ മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കമ്പിപ്പാരകളും കൽത്തുറങ്കുകളും